ഹായ് ഫ്രണ്ട്സ്. കുറച്ച് ദിവസമായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു കൊന്താലപ്പള്ളി വരെ ഒന്ന് പോകാൻ. രാവിലെ തന്നെ റെഡിയായി ഞങ്ങളെല്ലാവരും ഇറങ്ങി. പെരുമ്പാവൂർ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു വേണം യാത്ര തുടങ്ങാൻ. എവിടേക്കെങ്കിലും യാത്രകൾ പോകുമ്പോൾ രാവിലെ ഫുഡ് പുറത്തു നിന്നാണ് കഴിക്കാറ്. ഇവിടെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചുള്ള ഇരിപ്പാണ്. ഫുഡും കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. മൂവാറ്റുപുഴ തൊടുപുഴ വഴിയാണ് നമുക്ക് പോകേണ്ടത്. തൊടുപുഴക്കപ്പുറം കലയന്താണി എന്ന സ്ഥലത്താണ് കൊന്താലപ്പള്ളി ഉള്ളത്. വാഴക്കുളം കഴിഞ്ഞ് വെങ്ങല്ലൂർ സിഗ്നലിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യൻ ഓയിൽ പമ്പ് കാണാം. ഇതാണ് ഈ റൂട്ടിലെ ആദ്യത്തെ CNG പമ്പ്. CNGയും ഫില്ല് ചെയ്ത് നേരെ തൊടുപുഴ റൂട്ടിലേക്ക്. തൊടുപുഴയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരമുണ്ട് കൊന്താലപ്പള്ളിക്ക്. 12 മണിയോടെ ഞങ്ങൾ കൊന്താലപ്പള്ളിയിലെത്തി. ആത്മീയ വൈദ്യരായിരുന്ന കൊന്താലം തങ്ങളെയും ബാവ തങ്ങളെയും ഇവിടെയാണ് മറമാടപ്പെട്ടിരിക്കുന്നത്. തെക്ക് ദേശത്ത് എവിടെ നിന്നോ മുസ്ലിങ്ങൾ പരിമിതരായിട്ടുള്ള ഇടുക്കി മലയോര മേഖലകളിൽ ദീനി പ്രബോധനത്തിനായി എത്തിയവരാണ് ഇവർ രണ്ടുപേരും. അതല്ല, ഇവർ അജ്മീർ ഖാജ തങ്ങളുടെ ശിഷ്യന്മാരാണെന്നും പറയപ്പെടുന്നു. പള്ളിയോട് ചേർന്ന് തുറസായ മേൽക്കൂരയുള്ള ഇവരുടെ ഖബറിടങ്ങൾ നമുക്കിവിടെ കാണാം. ഒത്തിരി അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ഇവരുടെ പേരുകൾ വളരെ പ്രസിദ്ധമാണ്. അക്കാലത്ത് ഘോരവനമായിരുന്ന ഇവിടെ മതപ്രബോധനം നടത്തുകയും ആളുകൾക്ക് ദീനി വെളിച്ചം പകർന്നു നൽകുകയും ചെയ്തതിൽ ഇവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അന്ന് പഴയ കാലമായിരുന്നതിനാൽ കൂടുതൽ വിവരങ്ങളും ചരിത്രങ്ങളും ഒന്നും ലഭ്യമല്ല. ഒരു യത്തീംഖാനയും ഇസ്ലാമിക് കോളേജും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 1:30 സിയാറത്തും നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇന്നെന്തായാലും സമയം ഒരുപാട് ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് ആകെ 18 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക്. എന്നാൽ പിന്നെ അവിടെ കൂടെ പോയിട്ട് വീട് പിടിക്കാമെന്ന് വിചാരിച്ചു. കൊന്താലപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് തൊമ്മൻകുത്ത് ആനയുടെ വെള്ളച്ചാട്ടത്തിലേക്കാണ്. തനി നാടൻ ഉൾഗ്രാമ കാഴ്ചകളാണ് ഈ റൂട്ടിലൂടെ നമുക്ക് കിട്ടുക. തൊമ്മൻകുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പാലം കാണാം. പാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ല അത് ഇടുക്കി തന്നെയാണ്. 2 മണി ആയപ്പോഴേക്കും നമ്മൾ സ്പോട്ടിലെത്തി. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ വളരെ കുറവാണ്. എന്തായാലും 40 രൂപ ടിക്കറ്റും എടുത്ത് അകത്ത് കയറി. ഈ കാണുന്ന വഴിയിലൂടെ 1.5 കിലോമീറ്റർ നടന്നു വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പിലെത്താൻ. വഴിയിലെ ഒരു മരത്തിലതാ 2 മലയണ്ണാൻ ഇരിക്കുന്നു. നല്ലൊരു ഗംഭീര കാഴ്ചയായിരുന്നു കേട്ടോ അത്. കുറച്ചു നേരം അതിനെ നോക്കി നിന്നിട്ട് നേരെ മുമ്പോട്ട് കടന്നു. ഇവിടെ 2 പേരിയ്ക്കുന്നത് കണ്ടോ? മഴക്കാലത്ത് ഈ പുഴയിലിറങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് അപകടം പിടിച്ച പണിയായിരിക്കും. വേനലായതുകൊണ്ട് എന്തായാലും ഇവിടെ വെള്ളം വളരെ കുറവാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ വഴി ഇങ്ങനെ നടക്കുമ്പോൾ ചില കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. ഒന്ന് കേട്ടു നോക്കിക്കേ. കിളികളെയും മൃഗങ്ങളെയും മാത്രമല്ല ചില വ്യത്യസ്ത ഇനം മരങ്ങളും ഇവിടെ കാണാം. ഈ മരങ്ങളുടെ പേരൊക്കെ തന്നെ വെറൈറ്റി അല്ലേ? ഈ കാണുന്ന മരത്തിന് നല്ല ഉയരമുണ്ട്. വീഡിയോയിൽ അത് മുഴുവനായിട്ട് കിട്ടുന്നില്ല. വഴിയിലെ ഈ കുഞ്ഞു പാലം കണ്ടോ? മഴക്കാലത്ത് ഇത് കൂടെ എല്ലാം നല്ല നീരൊഴുക്കുണ്ടാവും. അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വന്നാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ മെയിൻ പോയിന്റിലെത്താം. ഇവിടെ നിന്നാൽ ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെ. മഴ തുടങ്ങിയാൽ ഇവിടെ സന്ദർശകരുടെ വലിയ തിരക്ക് തന്നെയായിരിക്കും. കുറച്ചുകൂടി മുകളിലേക്ക് കയറി കാണാനുള്ള കാഴ്ചകളുണ്ട് ഇവിടെ. മഴക്കാലത്ത് എന്തായാലും ഇവിടെ ഒന്നുകൂടെ വരണം. അതിരപ്പള്ളിയാണോ ഈ വെള്ളച്ചാട്ടമാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എല്ലാവരും കമന്റ് ചെയ്യണേ. ഇനി കയറി അത്ര ദൂരം താഴോട്ട് തിരിച്ചിറങ്ങണം. ഇപ്പോൾ എന്തായാലും നല്ല ചൂടാണ്. മഴക്കാലം തുടങ്ങിയതിന് ശേഷം മാത്രം എല്ലാ കൂട്ടുകാരും വിസിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.